നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ശരിയെന്ന് തെളിയിക്കുന്ന തെളിവുകൾ കിട്ടിത്തുടങ്ങി. സാക്ഷിയുമൊത്തുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇന്നത്തെ പരിശോധനയിൽ തലയോട്ടിയും അസ്ഥികൂടവും പുറത്തെടുത്തു. ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഇനി പുറത്തു വരാനുള്ളത് ആരുടെ മൃതദേഹാവശിഷ്ടമാണ് ഇതെന്ന നിർണായക വിവരം. SIT നിർത്തിയിട്ടില്ല. ഇനിയും കാട്ടിൽ പരിശോധന തുടരും. ധർമ്മസ്ഥലയിൽ 1985 മുതലുള്ള കൂട്ടക്കൊലയുടെ തെളിവുകൾ തേടിയുള്ള അന്വേഷണം. രാജ്യം ധർമ്മസ്ഥലയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ദുരൂഹതയിലേക്ക് തുടക്കം മുതൽ ക്യാമറ തുറന്നുവെച്ച ന്യൂസ് 18 അന്വേഷണത്തിന്റെ ഓരോ വിവരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഞങ്ങളും പിന്മാറിയിട്ടില്ല. വെല്ലുവിളികളും ഭീഷണികളും അതിജീവിച്ച് മുന്നോട്ട്. നിഗൂഢതകൾ മറനീക്കി പുറത്തു വരാനിരിക്കെ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ധർമ്മസ്ഥലയിലെ വില്ലന്മാരിലേക്ക് എത്തുമോ അന്വേഷണം? ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ ഇന്ന് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നേരത്തെ ദൃക്സാക്ഷി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൂടി കൂട്ടിയായിരുന്നു പരിശോധന. ദുരൂഹതയുടെ ചുരുളഴിയുന്ന രീതിയിലുള്ള ഫലങ്ങളാണ് കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. ആദ്യം അസ്ഥികൂടം കണ്ടെത്തി, തലയില്ലാത്ത ഒരു അസ്ഥികൂടം. അതിന് തൊട്ടു പിന്നാലെ തലയോട്ടിയും കണ്ടെത്തി. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന സാക്ഷിമൊഴി അങ്ങനെ സത്യമാവുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ്. നാളെയും തെരച്ചിൽ തുടരും. മുഖം മൂടിയിട്ട് ദൃക്സാക്ഷി പോലീസ് സുരക്ഷയോടെ ധർമ്മസ്ഥലയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മാർക്ക് ചെയ്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ശുചീകരണ തൊഴിലാളി നേരത്തെ നൽകിയ മൊഴിയുടെ ചുവട് പിടിച്ചുള്ള അന്വേഷണം. ഇനി നിർണായകമാകുന്നത് ഫോറൻസിക് പരിശോധനാ ഫലമാണ്. 100-ലേറെ കൊലപാതകങ്ങൾ എന്നാണ് സാക്ഷിമൊഴി. ഇത്രയിലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിട്ടുള്ളത്. ദുരൂഹതയുടെ ചുരുളഴിയുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാക്ഷിമൊഴി കള്ളമെന്ന് പറഞ്ഞവരുടെ വാ അടപ്പിക്കുന്ന രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന നടത്തിയിരുന്നു. അവിടെ 13 സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത്, നേത്രാവതി പുഴയുടെ തീരത്തുള്ള കാട്ടിൽ 13 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തുള്ള പരിശോധനയായിരുന്നു. അതിൽ 6ാമത്തെ സ്പോട്ടിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ തലയോട്ടിയും പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഇപ്പോൾ KV ബൈജു ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്തു വരുന്ന ന്യൂസ് 18 പ്രതിനിധി തത്സമയം ചേരുകയാണ്. ഒപ്പം റിട്ടയർഡ് SP N സുഭാഷ് ബാബു, മാധ്യമപ്രവർത്തകൻ വിനോദ് മേക്കോത്ത്, പൊതുപ്രവർത്തകനായ മനാഫ്, ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയായ ജയന്ത് എന്നിവർ ചേരുകയാണ്. KV ബൈജു, ഇന്ന് കിട്ടിയ ഈ വിവരങ്ങൾ ഇത് എത്രത്തോളം നിർണായകമാകും ഈ കേസ് അന്വേഷണത്തിൽ? എന്തെങ്കിലും കാര്യങ്ങൾ SIT പറയുവാൻ തയ്യാറായിട്ടുണ്ടോ? അതോ അഭിഭാഷകരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഔദ്യോഗികമായിട്ടുള്ളൂ? എന്താണ് ഇന്ന് നടന്നത് യഥാർത്ഥത്തിൽ നേത്രാവതി പുഴയുടെ തീരത്ത്? മഞ്ജുഷ, ഈ കാര്യത്തിൽ DGPയുടെ കർശന നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന്. കാരണം ഇത് പ്രാഥമിക ഘട്ടത്തിലാണ് ഈ അന്വേഷണം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ നൽകുന്നത് ഒരു പക്ഷേ ഈ അന്വേഷണത്തിനെ ബാധിക്കും, അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യം അത് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. അതായത് പുഴയുടെ മറുവശത്താണ് നമ്മൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ മൃതദേഹ അവശിഷ്ടം പുറത്തേക്ക് എടുക്കുന്നത് കൃത്യമായി നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടു. അതുകൊണ്ടാണ് അത് വളരെ പെട്ടെന്ന് തന്നെ ആ വിവരം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ അഭിഭാഷകൻ മഞ്ജുനാഥ ഈ ഒരു ഫേസ്ബുക്ക് ഒരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കുന്നു. അതായത് സത്യമേവ ജയതേ എന്നായിരുന്നു ആ പത്രക്കുറിപ്പ്. ആ ഒറ്റ പത്രക്കുറിപ്പിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നു. പിന്നീട് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ആ സ്ഥിരീകരണം വരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ന്യൂസ് 18 ഇത്തരത്തിലൊരു അസ്ഥികൂടം ലഭിച്ച വിവരം പുറം ലോകം അറിയുന്നത്. പ്രധാനമായും ഈ വാർത്ത ആദ്യം മുതൽ, അതായത് ഒരു മാധ്യമങ്ങൾ പോലും വരാത്തൊരു സ്ഥലം, അവിടെ ന്യൂസ് 18 എത്തുന്നു. ഓരോ ആളുകളുടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങൾക്ക് മുന്നിലെത്തുന്നു. പിന്നീട് അത് വലിയ തോതിൽ ശബ്ദമായി മാറുന്നു. കൂടുതൽ മാധ്യമ ശ്രദ്ധ ഇവിടെ നേടുന്നു. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇതിൽ ഇന്ന് വരെ, ഈ രാവിലെ വരെ, ഒരു 11:30 വരെ ഇതിൽ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ എന്ന് മാത്രമായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ കൃത്യമായ തെളിവുകൾ അത് ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തിയെന്നതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അതായത് അന്വേഷണം 3ാം ദിവസം എത്തിയിരിക്കുന്നു. 5 ഇടങ്ങൾ പരിശോധിച്ചപ്പോഴും കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചില്ല. പ്രത്യേകിച്ച് പ്രതികൂലമായ സാഹചര്യമായിരുന്നു. അവിടെ അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അതായത് അവിടെ വെള്ളം കയറി വരുന്ന സാഹചര്യം, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
ഇന്നത്തെ ആ ഒരു അനുകൂലമായ ആ ഒരു ഇടം അവിടെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ കൃത്യമായി ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ആദ്യം ലഭിക്കുന്നത് ഒരു അസ്ഥികൂടം, തലയില്ലാത്ത ഒരു അസ്ഥികൂടമാണ്. പിന്നീട് അത് 2 അടി താഴ്ചയിൽ നിന്നാണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം ലഭിച്ചത്. പിന്നീട് 8 അടിയോളം താഴ്ചയിൽ അവിടെ കുഴിച്ചപ്പോഴാണ് ഒരു തലയൊട്ടി കൂടി കിട്ടുന്നത്. അതിനി ഒരേ ആളുടേതാണോ അതല്ല മറ്റ് രണ്ടുപേരുടേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. പുരുഷന്റേതാണെന്ന് പ്രാഥമിക നിഗമനം. ഏതായാലും ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഈ അസ്ഥികൂടം കിട്ടിയതോടുകൂടി ഇതിന്റെ മാനം മാറുകയാണ്. പ്രത്യേകിച്ച് വലിയ തോതിൽ ഇനി 100 മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്താണ് 7ഉം 8ഉം ഉള്ളത്. അത് വളരെ പ്രധാനമാണ്. 7ൽ മുഴുവൻ പരിശോധന പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 8ലെ പരിശോധനയാണ് വളരെ നിർണായകമാവുക. അത് നാളെ ഉണ്ടാകൂ. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇതിന്റെ ഇപ്പോൾ ഈ ഒരു സമയത്ത് വരെ ഇവിടെ ഉണ്ടായ ഒരാൾ എന്ന നിലയിലും ഈ ശുചീകരണ തൊഴിലാളിയായി നേരിട്ട് സംസാരിച്ച ഒരാൾ എന്ന നിലയിലും നമുക്ക് ഈ കാര്യത്തിൽ ആദ്യം തന്നെ വലിയ തോതിലുള്ള ഒരു വിശ്വാസ്യത ഇതിലുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ SIT സംഘവും പൂർണ്ണമായും ഈ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പരിശോധനയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ബൈജു, ഈ ആദ്യം തന്നെ ഇത് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഈ ദൃക്സാക്ഷി നൽകുന്ന മൊഴികൾ സത്യമാണോ എന്നുള്ളത്. അതെന്തായാലും ആ കടമ്പ കഴിഞ്ഞുവല്ലോ അല്ലേ? ഇപ്പോൾ SIT സംഘം പൂർണ്ണമായിട്ടും ഈ ദൃക്സാക്ഷിയുടെ, ഈ ശുചീകരണ തൊഴിലാളി എന്ന ഈ ദൃക്സാക്ഷിയുടെ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതാണല്ലോ ഓരോ മാർക്കിംഗ് നടക്കുന്നത് ഓരോ സ്ഥലത്തും. ഇപ്പോൾ നിലവിൽ ഈ 13 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തുള്ള അന്വേഷണം മാത്രമാണോ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ടൊരു 5 ഇടങ്ങളിൽ കൂടി, അല്ലേ, 7 ഇടങ്ങളിൽ കൂടി ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ട്. നാളെ ഏത് രീതിയിലായിരിക്കും? ഇപ്പോൾ ഇന്ന് ഈ 6ാമത്തെ സ്പോട്ടിൽ നിന്ന് കണ്ടു, ബാക്കി അതേ ക്രമത്തിൽ തന്നെയാണോ ഇപ്പോൾ SIT സംഘം മുന്നോട്ട് പോകുന്നത്? എന്താണ് ഇനിയുള്ള പരിശോധനയുടെ വിവരങ്ങൾ? മഞ്ജുഷേ, 13 ഇടങ്ങൾ, അത് പ്രധാനമായും ആ സ്ഥലം പരിശോധിച്ചതിന് ശേഷം പിന്നീട് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്യാനുണ്ട്. അത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് ഈ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു പരിശോധന നടത്താനാണ് തീരുമാനിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു 13 കഴിഞ്ഞ് 14ലേക്ക് മാർക്ക് ചെയ്യാൻ പോകേണ്ടിയിരുന്നത് ഒരു എസ്റ്റേറ്റിലാണ്. അത് ഇവിടുത്തെ ഒരു പ്രമുഖ ഉന്നതനായ ഒരാളുടെ എസ്റ്റേറ്റ് ആയിരുന്നു. അത് മാർക്ക് ചെയ്യുമ്പോൾ SIT തീരുമാനിച്ചത് കോടതി ഉത്തരവോടുകൂടി, കോടതിയുടെ അനുമതിയോടുകൂടി ഒരു സ്വകാര്യ വ്യക്തിയിൽ ഇത്തരത്തിൽ പരിശോധന നടത്താമാണ്. ഈ 13 സ്ഥലങ്ങളിൽ നാളെ ഉണ്ടാവുന്നത്, നാളെ 8ാമത്തെ ആ ഒരു പോയിന്റ്, അത് വളരെ നിർണായകമാണ്. കാരണം അവിടെ 10ലധികം മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മൃതദേഹങ്ങൾ മാത്രമല്ല, അത് ഒരു നേത്രാവതി പുഴയുടെ മുകളിലായി ഒരു കുന്നിൻ ചെരുവിലായി വരുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ മറ്റ് നിർമ്മിതിയോ അല്ലെങ്കിൽ മണ്ണിടുന്ന പ്രക്രിയ അങ്ങനെ ഒന്നും നടക്കാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്താൻ പറ്റും. മാത്രമല്ല JCB പോലുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിക്കാനും കഴിയുന്നതാണ് അവിടുത്തെ പ്രത്യേകത. അതേപോലെ തന്നെയാണ് 11ഉം 12ഉം വരുന്നതും. അവിടെയും ഇത്തരത്തിൽ JCB ഉപയോഗിച്ച് പരിശോധന നടത്താൻ പറ്റും. കാരണം റോഡിന് സമീപത്താണത്. വനമേഖലയിലാണെങ്കിൽ റോഡിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്തത് കൃത്യമായി കാണാം. ഇന്ന് സുരക്ഷ കൂടുതലുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പോലീസിനെയായിരുന്നു സുരക്ഷ ഉണ്ടായിരുന്നത്. കാരണം ഇതിൽ തെളിവ് നശിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അത്രത്തോളം പ്രബലരായവരാണ് എതിർ ഭാഗത്തുള്ളത്. വലിയ തോതിലുള്ള നേരത്തെയൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ് അത്തരം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ ഇന്ന് കൂടുതലുണ്ടാകും. ആ പ്രദേശങ്ങളിൽ ആയുധധാരികളായ പോലീസിനെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് 8 മുതൽ 12 വരെയുള്ള പ്രദേശം വളരെ നിർണായകമാണ്. പിന്നീട് 13 വരുന്നത് നേത്രാവതി പുഴയുടെ സമീപത്തായ തന്നെ ഒരു റോഡിന് സമീപമാണ്. പക്ഷെ അവിടെ വലിയ തോതിൽ മണ്ണ് ഇട്ട് റോഡ് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധന എത്രത്തോളം പ്രായോഗികമാകുന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ 8 മുതൽ 11 വരെ, അത് നാളെ ഇനി എത്ര ഇത് പോയിന്റ് പരിശോധിക്കാൻ കഴിയുമെന്നതാണ് നാളെ അറിയേണ്ടത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലം അവിടെ കൃത്യമായി മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. 7 വരെയുള്ള പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇന്നത്തേക്ക് പരിശോധന അല്പസമയത്തിനകം തന്നെ ഇന്ന് അവസാനിപ്പിക്കും. ഇനി കൂടിയാലോചന ഉണ്ടാവും ഏത് രീതിയിൽ പോകണം. അതല്ല ഒരേ സമയത്ത് തന്നെ 8ഉം 9ഉം 10ഉം ഇങ്ങനെ പരിശോധിക്കാൻ പറ്റുമോ എന്ന കാര്യം SIT സംഘം അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം DGPയുമായുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇന്നലെയാണ് DGP ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം അത് അനുകൂലമായ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണിടലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത
സ്ഥലം, അവിടെ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി കൃത്യം സ്ഥലം, ആ പോയിന്റ് കൃത്യമായിരുന്നു. അവിടെ പരിശോധന നടത്തി. അപ്പോൾ തന്നെ അവിടുന്ന് 2 അടി കുഴിക്കുമ്പോൾ തന്നെ ഈ ഒരു അസ്ഥികൂടം കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. ചെറിയ ആഴത്തിൽ മാത്രമാണ് ഇത്തരം മൃതദേഹങ്ങളൊക്കെ കുഴിച്ചിട്ടതെന്നാണ്. അവിടെ സമീപത്തായി ഒരു 1/2 കിലോമീറ്റർ മാറിയാണ് ഈ പ്രധാന റോഡ് വരുന്നത്. റോഡിൽ മൃതദേഹങ്ങൾ എത്തിക്കും. പിന്നീട് ഇയാൾക്ക് ഇത് കൈമാറി ഇയാൾ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതാണ് മൊഴി. കൃത്യമായി ആ മൊഴി വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം ഈ സംഭവത്തിൽ ഒരു പുകമറ ഉണ്ട്, ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെട്ടെങ്കിലും ഇന്നത് എല്ലാം മാറിയിരിക്കുന്നു. കൃത്യമായി ഈ സാക്ഷിമൊഴിയിൽ ഇനി ഇയാൾ ഇതിൽ കൂടുതൽ, അതായത് ഇത് ആരാണ് തന്നെ ഏൽപ്പിച്ചത്, അവർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ആ സൂപ്പർവൈസർമാരെ കണ്ടെത്തേണ്ടതുണ്ട്, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഇനി പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് SIT ഒരു വിഭാഗം 2-3 സംഘങ്ങളായാണ് ഇപ്പോൾ ഇനി പരിശോധന നടത്തുക. അത്തരം തീരുമാനങ്ങൾ, കൂടിയാലോചനകൾ ഇന്ന് നടക്കുന്നത്. ഏത് രീതിയിൽ ഇനി തുടർ അന്വേഷണം നടക്കണം. കാരണം ഇത് സാക്ഷിയുടെ മൊഴി കൂടുതൽ ബലപ്പെടുന്നതാണ് ഇന്നത്തെ കാഴ്ചയുണ്ടായത്, ഇന്നത്തെ ഈ സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നാളെ അത് ഏത് രീതിയിൽ വേണമെന്ന് ശരിയാണ്. എന്തായാലും ഇനി അങ്ങോട്ട് അടുത്ത ശാസ്ത്രീയ പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്, അതിന്റെയും കൂടി ആവശ്യമുണ്ട്. ഒപ്പമാണ് 8 മുതൽ 11 വരെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള പരിശോധന, മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്താൻ പോകുന്നത്. ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു കൂടി ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഇതിപ്പോൾ ഒരു അസ്ഥികൂടവും ഒരു തലയോട്ടിയും കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിന്റെ തുടക്കഘട്ടം, അതുമാത്രമല്ല ഈ ദൃക്സാക്ഷി പറഞ്ഞത് സത്യമാണ് എന്നതിനുള്ള ആദ്യ തെളിവ് എന്ന രീതിയിൽ ഇതിനെ പറയാമല്ലോ. പക്ഷേ ഇനിയും കടമ്പകൾ ഒട്ടേറെയുണ്ടല്ലോ. ഫോറൻസിക് പരിശോധന, അത് മാത്രമല്ല ഇനിയിപ്പോൾ മനുഷ്യന്റെ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചാൽ തന്നെ അത് ആരുടെ എന്ന കാര്യത്തിൽ അടുത്ത സംശയം വരികയാണല്ലോ. FIR-കൾ വളരെ കുറച്ച് മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ കാണാതായവർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും കൃത്യമായ കണക്കില്ല. അപ്പോൾ ഇതെങ്ങനെ DNA പരിശോധന നടത്തും? ഇങ്ങനെയുള്ള ഒട്ടേറെ കടമ്പകൾ ഇനി ബാക്കി കിടക്കുകയാണല്ലോ. പക്ഷേ ഒരു കാര്യം സത്യമാണെന്ന് തെളിയുന്നു, ഈ ദൃക്സാക്ഷി പറഞ്ഞ കാര്യം, ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യം സത്യമാണ്. തീർച്ചയായിട്ടും. കാരണം അത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്നിട്ട് ഞാൻ ഇന്ന മാതിരി ചെയ്തിട്ടുണ്ട്, ഞാൻ എന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഭയന്നിട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പറയുന്ന അവസരത്തിൽ അസത്യമാണെന്ന് സാധാരണ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരിക്കലും തോന്നാൻ സാധ്യതയില്ല. എനിക്ക് തോന്നിയിട്ടേ ഇത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയചകിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഏത് രീതിയിലുള്ള, അതായത് അദ്ദേഹം മറവ് ചെയ്യുന്ന അവസരത്തിൽ ആ ശവശരീരത്തിന്റെ രീതി എന്താണ്, എത്ര പ്രായമുണ്ട്, അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം, അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയാണെങ്കിൽ, ആ സ്പോട്ട് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഐഡന്റിറ്റി വെച്ച്, അതായത് പുരുഷനാണെങ്കിൽ ഷർട്ട് ഇന്നതാണ്, ഇന്നമാതിരി ഷർട്ട് ധരിച്ചിട്ടാണ്, ഇത്ര വലിപ്പം ഉണ്ടായിരുന്ന ആളാണ് ഏകദേശം, അതായത് മീശ ഉണ്ടായിരുന്നോ മറ്റേതെങ്കിലും അടയാളങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ ഏതെങ്കിലും ആഭരണോ മോതിരോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെയല്ലോ അല്ലെങ്കിൽ ആ തെളിവുകൾ പറയുകയാണെങ്കിൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ആളുകൾക്കും ഈ വാർത്ത കണ്ടതിന് ശേഷം ിലൂടെ തങ്ങളുടെ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കാണാതെ പോയ ആളായിരിക്കാം ഇതെന്നുള്ള രീതിയിൽ സംശയവും പറയാൻ സാധിക്കും. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ ബന്ധുക്കളുടെ DNA പരിശോധിച്ച് ഈ DNA ആയിട്ട് താരതമ്യം ചെയ്ത് ആ താരതമ്യത്തിലൂടെ ആളെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് മാത്രമേ ഇതിനകത്തൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതൊരു അസ്വാഭാവിക മരണത്തിന്റെ രീതിയിൽ അതിന്റെ ശവശരീരം രഹസ്യമായി മറവ് ചെയ്ത് കണ്ടെടുക്കുകയും ആ കണ്ടെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അത് ആരുടേതാണ് എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം ഏത് സാഹചര്യത്തിൽ, ആ ദുരൂഹ സാഹചര്യങ്ങൾ എന്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അപകടപ്പെടുത്താനുള്ള സാധ്യത എന്താണ്, വ്യക്തികൾ ആരാണ് എന്നുള്ള രീതിയിൽ ഇപ്പം ഈ വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ ആരൊക്കെയാണ് ഏൽപ്പിച്ചത്, അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അറിയാമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അവരുമായിട്ട് ഈ വ്യക്തികൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ, സ്ത്രീകളുടെ ശരീരമാണെങ്കിൽ ഇപ്പം കിട്ടിയ ശവശരീരത്തിൽ നിന്ന് ആ സ്കെലിറ്റനിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധർ അവിടെ ഉണ്ട്. അവർക്ക് അത് ആണിന്റെ പെണ്ണിന്റെ ഒന്ന് പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയെ പറയാൻ പറ്റും. പക്ഷെ എന്നാലും അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അതിനൊരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഒരു സ്കെലിറ്റൻ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് ദുരൂഹത ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് സത്യമാണ് എന്ന് തെളിയിക്കപ്പെടുകയും ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മാർക്ക് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമൊക്കെ മാർക്ക് ചെയ്ത് അവിടെയൊക്കെ
പരിശോധിച്ച് കൃത്യമായ രീതിയിൽ ഇതേമാതിരി ഇനിയും ശരീരാവശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ അവിടെ നിന്ന് ഇപ്പം സ്ത്രീകളുടെ ആണെങ്കിൽ അവിടുന്ന് ഇപ്പം 3ഓളം സ്ത്രീകളെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിട്ട് പറയുന്നുണ്ട്. പ്രായമൊക്കെ അതിനകത്ത് നിന്ന് എല്ലിന്റെ പരിശോധനയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റി തെളിയാൻ പറ്റുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഈ സംസ്കരിച്ച സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ അവരിലൂടെ ഇത് മനസ്സിലാക്കുകയും അവരുടെ ബന്ധുക്കളെ നിന്ന് അല്ലെങ്കിൽ ഇതേമാതിരി സ്ത്രീകൾ ആരൊക്കെയും പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരുടെയൊക്കെ DNA എടുത്ത് പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരണപ്പെട്ട ആളുകളെ ആരെങ്കിലുമൊക്കെ തിരിച്ചറിയാൻ പോലീസിന് സാധിക്കും. പക്ഷെ പോലീസിനെ സംബന്ധിച്ചുള്ള ഇത് വളരെ ബുദ്ധിമുട്ട് ശ്രമകരമാണ്. ഫോറൻസിക് വിദഗ്ധരെ സംബന്ധിച്ചുള്ള അത് തന്നെയാണ്. സയന്റിഫിക് എക്സ്പെർട്ടിന്റെ സഹായം വളരെ കൂടുതൽ അവർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് ശാസ്ത്രീയ പരിശോധന വളരെ ദുഷ്കരമായിരിക്കും. അതിന് വളരെ കൂടുതൽ ഒരു ടീമും അതിന് പ്രത്യേകമായ സൗകര്യങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റപ്പെട്ടാൽ മാത്രമേ പെട്ടെന്ന് ഇതിന് റിസൾട്ട് ശരി എന്തായാലും കാത്തിരിക്കേണ്ടി വരും ഒരുപാട്. ഇപ്പോൾ ശ്രീ ജയന്ത് ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ ജയന്ത്, നിങ്ങളുടെ പോരാട്ടം ഇപ്പോൾ ഫലം കാണുകയാണല്ലോ. എങ്ങനെ കാണുന്നു ഇന്നത്തെ പരിശോധനയെ? ഇത് വിജയം കാണും, ഇത് പൂർണ്ണമായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ? ജയന്ത് കേൾക്കുന്നില്ല. SI ടീമിന്റെ കാര്യത്തിൽ പറയാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ SI ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ ആരും ഒരു കുറ്റം പറയാനില്ല. അതിൽ കുറച്ച് ഈ രാജ്യത്തെ ആൾക്കാരെല്ലാം കൂടിയിട്ട് അത് ചെയ്യാൻ പാടില്ല, അത് എന്തിനു ചെയ്തു, ഇങ്ങനെയൊക്കെ കുറെ വരുന്നുണ്ട്. ഇതെല്ലാം സൈഡ് വെച്ചിട്ട് ഇവർ നല്ല രീതിയിൽ ഒരു എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻക്വയറിന്റെ ഒരു അന്തമായിട്ട് വന്നത് നമുക്ക് അതിന്റെ ഒരു കുറച്ച് സാധനങ്ങള് കിട്ടി. അത് ഈ ഇന്നത്തെ എന്ന് പറഞ്ഞ ഏതോ ഒരു രീതി ഒരു ലീക്ക് ഔട്ടായി. അവിടുന്ന് SIT ഗ്രൂപ്പിൽ നിന്ന് ലീക്ക് ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ലീക്ക് ഔട്ട് ആവുന്നതല്ല, അതാവുന്ന എന്തുകൊണ്ടായെന്ന് അറിയാലോ. അതുകൊണ്ട് ഇന്ന് നാട്ടിലുള്ളവർക്കെല്ലാം അറിയാൻ പറ്റി ഇങ്ങനെ ചെറിയ സംഭവം നടന്നുകൊണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടെന്ന്. ഇല്ലെങ്കിൽ എന്താ പറഞ്ഞ SITക്കാരില്ല, അവരുടെ കാശ് മേടിച്ച് ഇല്ലെങ്കിൽ അവരുടെ പ്രഭാവത്തിനായിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതൊക്കെ പറയുമായിരുന്നു. എന്നാൽ SIT ടീമിനെ മാത്രം നമ്മൾ ഒരു കുറ്റം പറയാനില്ല. ഞാൻ കാലത്തെ പറഞ്ഞു, ദേശത്ത് രാജ്യത്ത് കണ്ട നല്ലൊരു ടീം എന്ന് പറയാം SIT ടീം. അവരെ അഭിനന്ദിക്കാം നമുക്ക്. ഇനിയും ഇതൊന്നും അല്ല, ഇത് കാണാൻ പോകുന്നേ ഉള്ളൂ. ഇനി എന്താ സംഭവം മുമ്പിലോട്ട്. ഇത് ഒരെണ്ണം മാത്രമല്ല കിട്ടിയേക്കുന്നത്, 1, 2 ഇപ്പൊ എത്ര കിട്ടിയത് പറയാൻ പറ്റിയല്ല. വെളി വന്നേ ഓർമ്മേ ഉള്ളൂ. വെളി എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ആയത് ഓർമ്മേ ഉള്ളൂ. ബാക്കി എത്ര കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അത് പുറത്തു വരാത്തത് കൊണ്ടാണ്, അതാണോ താങ്കൾ പറയുന്നത്? അത് അവര് അവർക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ എക്സ്ട്രാ ടീമിനെ ഇപ്പൊ എക്സ്ട്രാ ഒരു 9 പേരെ എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവരുടെ ടീമിനകത്ത് ഇനി എക്സ്ട്രാ ഒരു 9 പേരെ ചേർത്തിട്ടുണ്ട്. അന്നേരം ചേർക്കണക്കാരൊന്നും ഇല്ലല്ലോ. എന്തായാലും അതിനൊരു നല്ല റിസൾട്ട് ഉള്ളേ കൊണ്ടല്ല ചേർക്കുന്നവര് ടീം വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതായത് ഇപ്പോൾ ഈ 6ാമത്തെ പോയിന്റിൽ നിന്ന് മാത്രമല്ല അതിന് മുൻപും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് വെളിയിലേക്ക് വന്നിട്ടില്ല. ഇവര് SIT ഔദ്യോഗികമായിട്ട് ഒന്നും ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വെളിയിലേക്ക് ഈ ഒറ്റക്കാരും വന്നിട്ടുള്ളൂ, അതാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതന്നെ ബൈജു, അങ്ങനെയുണ്ടോ? മറ്റ് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് വെളിയിലേക്ക് അറിയിക്കാത്തതാണ്, അങ്ങനെയാണോ? മഞ്ജുഷ, ഇന്ന് രാവിലെ 9 മണിക്ക് നമ്മൾ ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയും അത് തന്നെയാണ്. ഇതിൽ തികച്ചും രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് ഈ DGP കൃത്യമായി അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പോയിന്റ് 4 നിന്നും അത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി എന്ന ഒരു അനൌദ്യോഗിക വിവരമുണ്ട്. അത് ജയന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയോ അതല്ലെങ്കിൽ മറ്റ് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുന്നതുകൊണ്ട് അത് പുറത്തുവിടാതിരിക്കുന്ന വിവരമാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ അത് അനൌദ്യോഗികമാണ്. SIT ഇപ്പോൾ തീരുമാനിച്ചുള്ളത് ഒരു കാര്യവും ഇപ്പോൾ പുറത്ത് പറയേണ്ട എന്നാണ്. നമുക്കിപ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകൾ, അതായത് നേരത്തെ സൂചിപ്പിച്ചത് ക്യാമറ കണ്ണുകളിലൂടെ കണ്ടതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പരിശോധന അത് വലിയ തോതിൽ പുറത്തേക്ക് അറിഞ്ഞതും മറ്റ് അതിന്റെ തുടർ വാർത്തകൾ വന്നതും. പക്ഷേ വനത്തിന്റെ അകത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന, അതായത് 3 മുതൽ 4 വരെ, 3 മുതൽ 5 വരെ, അത് ആ പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ മാത്രമേ അത് പുറത്തു വരൂ. അത് SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക വരണം, അതല്ലെങ്കിൽ അഭിഭാഷകർ മുഖാന്തരം പത്രക്കുറിപ്പായി പുറത്തു വരണം. എന്തായാലും അതിന് ഒരു കാത്തിരിപ്പ് വേണ്ടിവരും. സ്ഥിരീകരിക്കുന്ന വിവരം ഇപ്പോൾ ലഭിച്ച ഈ മൃതദേഹം മാത്രമാണ്. ശരി, ഒരു തലയോട്ടിയും അതുപോലെ ഒരു അസ്ഥികൂടവും. ശ്രീ വിനോദ് മേക്കോത്ത്, ഇതിപ്പോൾ SITയുടെ അന്വേഷണം അതീവ രഹസ്യമായിരിക്കും, അതിൽ സംശയമില്ല. പക്ഷെ ഒരു അഭിഭാഷക സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ.
അവർ ഇന്ന് മഞ്ജുനാഥ് എന്നുള്ള അഭിഭാഷകൻ തന്നെ സത്യമേവ ജയതേ എന്ന രീതിയിൽ ഒരു റിലീസ് പോലും ഇറക്കിയിരുന്നു. അപ്പോൾ വെളിയിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും വരും ഇതുവഴി. ഇപ്പോൾ ക്യാമറ കണ്ണുകൾക്ക് എല്ലാം ഒപ്പിയെടുക്കുവാൻ കഴിയുകയില്ല. കാട്ടിനുള്ളിലേക്കാണ് ഈ പരിശോധന നടക്കുന്നത്. പക്ഷേ ഈ നമ്മൾ വെളിയിലേക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ രഹസ്യങ്ങൾ SITക്ക് കിട്ടുന്നുണ്ട് എന്ന രീതിയിലുള്ള അനൗദ്യോഗിക കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ SITയും ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിലാകുമല്ലോ. ഇതുവരെ ഈ അഭിഭാഷകർ നടത്തിയ ഒരു പോരാട്ടത്തിനും ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ നടത്തിയ ഈ അന്വേഷണത്തിനും ഒക്കെ തടസ്സമാകുവാനായിട്ട് ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘടകങ്ങൾ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ? തീർച്ചയായും ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിനെയാണ്. രണ്ടാമത് അത്തരത്തിലൊരു വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് അവർക്ക് കഴിഞ്ഞു. രണ്ടാമത് ഞാൻ അഭിനന്ദിക്കുന്നത് ഈ സേവ് സൗജന്യ അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറയുന്ന ആക്ഷൻ കമ്മിറ്റി, നമ്മുടെ ജയന്തേട്ടനൊക്കെ ഉൾപ്പെടെയുള്ള മഹേഷ് അണ്ണനൊക്കെ ഉൾപ്പെടെയുള്ള കമ്മിറ്റി, അവരുടെ ദീർഘകാലത്തെ പോരാട്ടം, അവർക്ക് വേണ്ടി രംഗത്ത് വന്ന ഈ അഭിഭാഷകൻ മഞ്ജുനാഥ് ഉൾപ്പെടെയുള്ള അഭിഭാഷകൻ, അതും ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പത്രക്കുറിപ്പ് ഇറക്കിയപ്പോൾ നമ്മൾ 2-3 ദിവസമായി വല്ലാതെ സംഘർഷത്തിലായിരുന്നു ഈ വിഷയത്തിൽ ഇടപെട്ടു പോയിരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ. അതോടൊപ്പം തന്നെ ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ, ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്കേറെ അഭിമാനം തോന്നുന്ന ഒരു ചാനലിന്റെ വൈകുന്നേരത്തെ ഈവനിങ് ചർച്ചയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഈ വിഷയത്തെ സംബന്ധിച്ച് തുടർച്ചയായി ഇതിന്റെ പുറകെ ഇത്തരത്തിൽ ഇന്ത്യ ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിന്റെ പിറകെ കമ്പോട് കമ്പ് അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിന്റെ അനിതര സാധാരണമായ പ്രകടനമായി നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാർ ന്യൂസ് 8 വേണ്ടി നടത്തിയ സേവനം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിദർശനമാണ് എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം തന്നെ ചില ചാനലുകൾ, കേരളത്തിലെ മലയാള ചാനലുകൾ, മറ്റു ചാനലുകളുണ്ട്, ഞാൻ ആ പേര് സൂചിപ്പിക്കുന്നില്ല. പക്ഷേ ചില ചാനലുകൾ, പ്രധാനപ്പെട്ട ചാനലുകൾ ഈ വാർത്തയെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു കെട്ടുകഥയാണ്, അതല്ലെങ്കിൽ ഇതൊരു അപസർപ്പക കഥ പോലെയുണ്ട്, ഇതിൽ വിശ്വസനീയമായി എന്താണുള്ളത്, നിങ്ങൾക്ക് അവിടെ എന്താണ് കാര്യം എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്ന തരത്തിൽ പോലും പോയിരുന്നു. നിങ്ങൾക്ക് കർണാടകയിൽ നടക്കുന്ന കാര്യത്തിന് കേരളത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പൊ മാധ്യമങ്ങൾക്കെതിരായി ഗാഗ് ഉത്തരവ് 12,000-ലധികം കണ്ടന്റുകൾ URL അടക്കം, അതുപോലെ തന്നെ ടെക്സ്റ്റ് കണ്ടന്റുകൾ അടക്കമുള്ള 12,000-ലധികം ഈ വിഷയവുമായി ധർമ്മസ്ഥല എന്ന പേര് വരുന്ന, അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് വരുന്ന വാർത്താ ശകലങ്ങൾ എടുത്തു കളയുന്ന തരത്തിൽ ഒരു കോടതിയെ പോലും സ്വാധീനിച്ചുകൊണ്ട് ഉത്തരവ് സമ്പാദിക്കാൻ കഴിഞ്ഞിടത്താണ് ന്യൂസ് 8 പോലുള്ള ന്യൂസ് ടീം ഇതിന്റെ പിറകെ സഞ്ചരിക്കുന്നത്. കമ്പോട് കമ്പ് അതിന്റെ ഓരോ പുരോഗതിയും ജനങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും, ഇതിന്റെ പിറകെ സഞ്ചരിച്ച എല്ലാവർക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട്. കാരണം SIT അതിന്റെ കൃത്യമായ പണിയെടുത്തിരിക്കുന്നു. കർണാടക ഗവൺമെന്റ് 1000-ഓളം വരുന്ന ഉദ്യോഗസ്ഥരെ അവിടെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ഈ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം അവിടെ നടത്തുകയും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഘാംഗങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, അത് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഫോറൻസിക് സ്ക്വാഡ് ഉൾപ്പെടെ, JCB ഉൾപ്പെടെയുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ആ പ്രദേശത്തെ കാര്യം അടുപ്പിക്കാത്ത തരത്തിൽ ആ ഭാഗം മുഴുവൻ നാടുകെട്ടി തിരിച്ച് സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഇതിന് പുറകെ സഞ്ചരിക്കുന്ന അഭിഭാഷകരെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് 17 മണിക്കൂർ നേരം മൊഴി ശേഖരിച്ചുകൊണ്ട് സാക്ഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ വിശ്വാസത്തിലെടുത്ത് മുന്നേറുന്ന SIT നടത്തുന്ന ഓരോ ചുവടും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിൽ, ഇന്ത്യയുടെ നീതിന്യായ രംഗത്ത് തങ്ക ലിപികളിൽ എഴുതപ്പെടുന്ന തരത്തിലുള്ള ഒരു അധ്യായമായി. സാധാരണ ഇത്തരം കേസുകളിൽ സാക്ഷിക്ക് വളരെ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ അത് കൃത്യമായിട്ടും ആ സാക്ഷിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലും ഭയം ഉണ്ടാകാത്ത രീതിയിൽ, ഇപ്പോൾ ആ തെളിവെടുപ്പ് നടക്കുമ്പോൾ തന്നെ കാണാമല്ലോ, സാക്ഷിയെ പ്രത്യേക വസ്ത്രമൊക്കെ ഇടിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തിനും ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ തന്നെയല്ലേ ഈ തെളിവെടുപ്പ് മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് നിർണായകമല്ലേ, ഏറ്റവും നിർണായകമായ കാര്യമാണല്ലോ സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരവും മനസ്സും ആരോഗ്യത്തോടു കൂടി നിൽക്കുക എന്ന് പറയുന്നത്, കോൺഷ്യസ് ആയി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നേരത്തെ നമ്മുടെ സുഭാഷ് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു ചുവട് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇനി അനേകം ചുവടുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ക്രൈം സ്റ്റോറി മുന്നോട്ട് പോകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമാകണമെങ്കിൽ നിരവധിയായിട്ടുള്ള തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും അന്വേഷണത്തിന്റെ പല തലങ്ങളും കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന സാക്ഷി അയാൾക്ക് മാനസാന്തരം വന്ന് ഇത് തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന നിലയിലേക്ക് അയാൾ മടങ്ങി വരികയും
3-ാം തീയതി അത് വെളിപ്പെടുത്തൽ നടത്തുന്നു, 4-ാം തീയതി 11-ാം തീയതി 183 സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നു. സാങ്കേതികമായ പ്രശ്നമുണ്ട്, താങ്കളിലേക്ക് വരാം. ബൈജു, മറ്റു വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുക. ഇതിപ്പോൾ ഈ 13 സ്പോട്ടുകളിൽ ഒതുങ്ങുമോ എന്നുള്ള ഒരു സംശയം പോലും ഉണ്ടല്ലോ. പക്ഷേ ഇതിന് ശേഷം അടുത്ത സ്പോട്ടുകൾ, കാരണം ഈ സാക്ഷിക്ക് എല്ലാ കാര്യങ്ങളും ഒരേ സമയം തുറന്നു പറയുവാനുള്ള ബുദ്ധിമുട്ട്, ചൂണ്ടിക്കാണിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഇത് കണ്ടുകൊണ്ടല്ലേ ഈ ഘട്ടം ഘട്ടമായുള്ള മാർക്കിംഗ്, അങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ഒരു തലയോട്ടി കിട്ടി അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം കിട്ടി അത് ഉടനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയല്ലല്ലോ ചെയ്യുന്നത്. കൂടുതൽ ശേഖരിച്ചതിന് ശേഷം ഒരുമിച്ച് ഫോറൻസിക് ലാബിലേക്ക് അയക്കുക, ഇങ്ങനെയുള്ള ഒരു രീതിയല്ലേ പിന്തുടരുന്നത് ഇപ്പോൾ അന്വേഷണ സംഘം? മനീഷ, അതിനു മുമ്പ് നമ്മൾ ഈ സാക്ഷിയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, കാരണം ഞാൻ മുഴുവൻ സമയവും ഈ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ നിലയിലാണ് ഈ സാക്ഷിയെ കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു പോലീസ് വാഹനത്തിൽ വലിയ സുരക്ഷയോടുകൂടി, ചുറ്റും പോലീസുകാർ, അവരെ താഴെ ഇറങ്ങിയാൽ ഒരു പക്ഷെ VVIP പോലുള്ള ഒരു പരിഗണന നൽകി അയാളെ ആ സ്നാനഘട്ടയിൽ അകത്ത് കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഗേറ്റ് അടക്കുകയും അവിടെ ആരും പ്രവേശിപ്പിക്കില്ല. സ്നാനഘട്ടയിൽ ഈ ഇത്തരത്തിൽ തീർത്ഥം അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ വരുന്ന അവരെല്ലാം പുറത്ത് മാറ്റി പിന്നീട് ഈ സാക്ഷിയുമായി ഒരു കുശല ഇത് നടത്തുന്ന പോലെയാണ്, അവർ തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്ന പോലെയാണ് പിന്നെ ഈ സാക്ഷിയുമായി ഒരു കൂടിയാലോചന. അതിനുശേഷം മുഖമൊക്കെ ഈ പോലീസുകാർ മറച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കൃത്യത്തിൽ കണ്ടു. അത് ശരിക്കും ഒരു SITയും ആ ഒരു സാക്ഷിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അവിടെ കൃത്യമായി കാണുകയുണ്ടായി. ഒരു പക്ഷെ അത് ഓരോ സ്ഥലങ്ങളിൽ ഈ സാക്ഷി നടന്നു പോകുന്നതൊക്കെ വളരെ വേഗം കൃത്യമായ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പോകുന്നത്. അത് SIT ഉദ്യോഗസ്ഥർ സൗഹൃദം പോലുള്ള ഒരു രീതിയിലായിരുന്നു ആ യാത്ര. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവരുടെ ആ ബന്ധം. മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ 13 ഇടമല്ല, കൂടുതൽ ഇടങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ 5 ഇടത്ത് ഇതെല്ലാം ഓരോ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലമാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് 8 എന്ന് പറയുന്ന പോയിന്റിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഉള്ളത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം 1-2 മൃതദേഹങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 100ഓളം പേരെയാണ് ഇത്തരത്തിൽ കുഴിച്ചുമൂടി എന്ന് പറയുന്നത്. ചുരുങ്ങിയത് ഒരു 75-80 സ്പോട്ടുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി കൂടുതലുള്ളത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ്. ഇപ്പോൾ വനമേഖല, അതായത് ഈ നേത്രാവതി പുഴയുടെ തീരത്തുള്ള വനമേഖലയോട് ചേർന്നും വനത്തിനകത്തുമൊക്കെ ഈ കരയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലാണെങ്കിൽ ഇനി വളരെ നിർണായകമാണ്. അത് എസ്റ്റേറ്റുകളുണ്ട്. എങ്ങനെയാണ് ഈ എസ്റ്റേറ്റുകളിൽ ഈ മൃതദേഹം കുഴിച്ചുമൂടപ്പെട്ടു, അക്കാര്യം ഈ സാക്ഷി ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ഒത്താശയോടുകൂടി ആ സ്ഥലം ഉടമകളൊക്കെ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഏതായാലും അതൊക്കെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. മനാഫ് കൂടി ചേരുന്നുണ്ട്. മനാഫും ഈ ഒരു സംഭവത്തിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. മനാഫ്, ഇതൊരു കെട്ടുകഥയാണ് എന്ന രീതിയിലാണ് ആദ്യം അവതരിപ്പിച്ചിരുന്നത്. പലരും ഇത് വെറുതെ കള്ളം പറയുന്നതാണ്, ആ സാക്ഷിക്ക് തോന്നിയ എന്തോ ഒരു കാര്യം, അദ്ദേഹം അവിടെ നിന്ന് പോയ ആളാണ്, പിന്നെ തിരിച്ചു വരുമ്പോൾ എന്തോ പിച്ചുമ്പേയും പറയുന്നു എന്ന രീതിയിലൊക്കെയായിരുന്നു ആദ്യ പ്രതികരണങ്ങൾ വന്നത്. നമ്മൾ പക്ഷേ കൃത്യമായിട്ടും ആ സാക്ഷി പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുകയാണ് ഉണ്ടായത്. ഒരു അന്വേഷണ സംഘം തന്നെ രൂപപ്പെട്ടു വരുവാൻ ഒരുപാട് ദിവസങ്ങൾ എടുത്തു. ഇപ്പോൾ പക്ഷേ ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു അന്വേഷണം അത് തുടക്കം തന്നെ വലിയ ദിവസങ്ങളായിട്ടില്ല SIT വന്നിട്ട്, തുടക്കത്തിൽ തന്നെ ഇങ്ങനെ സാക്ഷി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അതേ സ്പോട്ടിൽ ശരിയായി വരുന്നു. മനോഫ് കേൾക്കുന്നില്ല? സോറി, കേൾക്കാം. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ആദ്യമേ ന്യൂസ് 18 അഭിനന്ദിക്കുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ കേരളത്തിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും ബന്ധപ്പെട്ട സമയത്ത് ഒരു ഉപാധികളും ഇല്ലാതെ നിർഭയത്തോട് കൂടിയിട്ട് ന്യൂസ് 18 ബൈജേട്ടന്റെ കൂടെ വരികയാണ് ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു ജസ്റ്റിസ് ഫോർ സൗജന്യ 2012 മുതൽ 2025 വരെ ഈ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പോരാട്ടത്തിന്റെ ഒരു ദിശ തന്നെ നമ്മളെ കൊണ്ട് മാറ്റിക്കാൻ കഴിഞ്ഞു. ഇത് മൊത്തം എല്ലാ മീഡിയാസിലും ചർച്ചയ്ക്ക് വരുത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ പല മാധ്യമങ്ങളും സംസാരിച്ചത് ഇതൊരു കെട്ടുകഥയാണ്, ഇതൊരു കാൽപ്പനിക ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഇത്തരത്തിലായിരുന്നു സംസാരമെങ്കിൽ ഇന്ന് ആ മാധ്യമങ്ങളടക്കം പലരും മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഇത്ര മാത്രം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോട് കൂടിയിട്ട് ഈ വിഷയത്തെ മുന്നോട്ട് സമീപിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇത്രയൊരു ആജാനുബാഹുവായ
ശാരീരിക ദൃഢതയുള്ള ഒരു മനുഷ്യന് ഈ ഒരു എന്താ പറയാ ഭീമ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒരു സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ഇത്ര വലിയൊരു തുറന്നു പറച്ചിൽ നടത്തിയിട്ട് അതിനെ നമ്മള് മുഖവിലക്ക് എടുക്കാതെ നിൽക്കാൻ പറ്റൂലല്ലോ. അദ്ദേഹം തന്നെ കോടതിയിൽ അസ്ഥികൂടമായിട്ട് ചെന്നിട്ട് ഞാനാണ് 100-ലധികം ആളുകളെ കുഴിച്ചു മൂടിയത് എന്ന് വന്ന് പറയാണ്. അതിന് ഒരു വലിയൊരു ചങ്കൂറ്റം തന്നെ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ കൂടെ അടിയുറച്ച് നിന്ന ആളുകളായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അതിലൊരു അഭിമാനം തോന്നുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ നാട്ടിലൊന്നും എവിടെയെങ്കിലും കുഴിച്ചു കഴിഞ്ഞാൽ ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടം ഒന്നും കിട്ടൂല. പക്ഷെ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടം കിട്ടിയെന്ന് പറയുമ്പോ ഇനി വരും നാളുകളിൽ അതൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വിഷയമായിക്കോട്ടെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിക്കോട്ടെ, വരും കാലങ്ങളിൽ ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്രത്തിൽ സമൂഹം ആ ചരിത്രം പഠിക്കുന്ന സമയത്ത് നീതിക്ക് കൂടെ നിന്ന പക്ഷത്താണ് നമ്മളെല്ലാരും അന്ന് അഭിമാനത്തോട് കൂടിയിട്ട് ഉണ്ടാവും. അപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ബൈജു തന്നെ പല റിപ്പോർട്ടുകളും തന്നിരുന്നു. ഇന്നും അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മലയാളികളും ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള കാര്യം. അവിടെ വെച്ച് മലയാളികളെ മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, കാണാതായ സംഭവം ഉണ്ടായിട്ടുണ്ട്. മനാഫ് കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ഇതിൽ സംസ്ഥാന ഗവൺമെന്റ് കൂടി, കേരള ഗവൺമെന്റ് കൂടി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ മനാഫ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ചരിത്രം, ഒരു കാലത്ത് ഈ ചരിത്രം ഓർമ്മിക്കുമ്പോ അതിൽ എന്താണ് കേരള സർക്കാരിന്റെ പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ഭീഷണികള് ന്യൂസ് 18 എനിക്ക് ഒക്കെ ഉണ്ടായ കേസുകള്, ഈ കേസുകൾ ഇത്തരത്തിലുള്ള ഞങ്ങളെ പോലുള്ള ആളുകളെ വേട്ടയാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കേണ്ട നമ്മളുടെ കേരളത്തിന്റെ സംവിധാനങ്ങൾ മൗനം പാലിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റ് വരും ദിവസങ്ങളിൽ തിരുത്തിയിട്ട് കേരള ഗവൺമെന്റ് തന്നെ മുന്നോട്ട് ഇറങ്ങണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനൗദ്യോഗിക കണക്ക് പ്രകാരം, SIT പറയാത്ത കണക്ക് പ്രകാരം ഒരുപാട് മൃതദേഹങ്ങൾ അവിടുന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾക്കൊക്കെ ഒരു അവകാശം ഉണ്ടാവണം. ഇതൊക്കെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. അതെന്താണ് അങ്ങനെ പറയുന്നത്? മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് എങ്ങനെ തീർത്ത് പറയുന്നു താങ്കൾ മനാഫ്? അല്ല, ഇതൊക്കെ മൊത്തം ഇപ്പൊ കന്നഡ ചാനലുകളിൽ വരുന്ന വിഷയമാണ്. ഈ വിഷയങ്ങളൊക്കെ അനൗദ്യോഗിക, അതാണ് ഞാൻ പറയാൻ കാരണം, അനൗദ്യോഗിക കണക്ക് പ്രകാരം കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും മണ്ണ് മാന്തി പരിശോധിക്കേണ്ടതുണ്ട്. SITൻ്റെതായ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. അവർക്ക് ഇത് തുറന്നു പറയുന്നതോട് കൂടിയിട്ട് പല പ്രയാസങ്ങളും വരാനുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് സംഘടനകൾ സമര രംഗത്തുണ്ട്. എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത് ഒരു പ്രത്യേക വിഭാഗം സംഘടനയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവർ നേരിടുമ്പോഴും സത്യം എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും കാണാതായതിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 9 കൊല്ലത്തെ ഒരു കണക്കെടുത്താല് 3000 ചില്ലാനത്തോളം സ്ത്രീകൾ കേരളത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അവരെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. ഈ സ്ത്രീകളെ പറ്റിയിട്ട് കേരള സർക്കാർ അന്വേഷിക്കണമല്ലോ. ഇതിലെ ഏതെങ്കിലും സ്ത്രീകള് ഇന്ന് ഈ ഒരു ധർമ്മസ്ഥലയില് പെട്ടിട്ടുണ്ടോ? ഇതിനെ പറ്റിയിട്ട് ചില ആളുകളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവര് മുന്നോട്ട് വന്നിട്ട് ഇതൊരു പരാതി കൊടുക്കാൻ പോലും തയ്യാറാവില്ല. പിന്നെ എങ്ങനെയാണ് ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് നീതി ലഭിക്കുക? അവരെന്നെ ധൈര്യപ്പെട്ടിട്ട് മുന്നോട്ട് വരണം. എന്നാലേ കേരള സർക്കാരുകൾക്കും വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സർക്കാർ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഉള്ള നിലവിൽ കാണാതായി ഒരു തരത്തിലും കണ്ടുപിടിക്കാത്ത കേസുകൾ എടുത്തിട്ട് അവരെ ബന്ധപ്പെടണം. അവരെ ബന്ധപ്പെട്ടിട്ട് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു DNA ടെസ്റ്റിനും വേണ്ടിയിട്ട് ഹാജരാവണം SITന്റെ മുന്നാകെ. ഇപ്പം തന്നെ നമ്മളെ അനീഷ് ജോയിന്റെ പിതാവിനെ വാഹനം ഇടിച്ച് പിന്നിൽ നിന്ന് വാഹനം ഇടിച്ചിട്ട് കൊന്നതാണ്. അനീഷ് ജോയിന്റെ പരാതി എവിടെ എടുത്തിട്ടില്ലേനു. ഇന്ന് അനീഷ് ജോയ് എന്ത് ചെയ്തിട്ടുണ്ട്? SITന്റെ മുന്നിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല ആളുകളും മലയാളികളും മുന്നോട്ട് വരണം പരാതികൾ കൊടുക്കാനായിട്ട്. ഇതിൽ അപകടപ്പെട്ട ഇനി ഒരുപാട് കേസുകൾ ഉണ്ട്. പല ആളുകളെയും മർദ്ദിച്ച കേസുകൾ, പല ആളുകളെയും ദിവസങ്ങളോളം ആ കാട്ടിന്റെ ഉള്ളിൽ കിടന്ന ആളുകൾ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ ഒരു പരാതികളാണ്. ഈ പരാതികളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്.
ഇതൊക്കെ അന്വേഷിക്കാൻ. ഇതിന്റെ ഇടയിൽ സാർ ഒരു കാര്യം കൂടി പല ആളുകളും ചോദിക്കുന്നുണ്ട്, മനാഫിന് എന്താണ് ഇതിൽ കാര്യം? മനാഫ് എന്താ ഇന്ത്യൻ പൗരനല്ലേ? മനാഫിന് എന്താ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ കൂടെ സഹകരിച്ചുകൂടെ? അപ്പം ഇത്തരത്തിൽ ഇതിനെ വഴിതിരിച്ചു വിടാനേ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ അവിടുത്തെ താങ്കളുടെ റിപ്പോർട്ടറായ ബൈജുവേട്ടൻ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ റിപ്പോർട്ടിംഗും നടത്തുന്നത്. ഇതിന്റെ ഓരോ വാർത്തകളും പുറത്തേക്ക് എത്തുന്നത് എത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ട്. ശരി ബൈജു, അത് എത്രമാത്രം പ്രയാസമുണ്ട്. ഇപ്പോൾ SIT നമ്മളോട് ഈ മാധ്യമങ്ങളോട് സഹകരിക്കണമെന്നില്ല, കാരണം അവർക്ക് അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം. എങ്ങനെയാണ് ഇതിന്റെ റിപ്പോർട്ടുകൾ കിട്ടുന്നത്? ഇതിപ്പോൾ ഈ വനത്തിൽ എത്രമാത്രം അകലേക്ക് ഇവരുടെ ഈ പരിശോധന പോകുന്നുണ്ട്? SIT സംഘം ഉൾവനത്തിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ ബൈജു അയച്ചിരുന്നു. എത്രമാത്രം ഉള്ളിലേക്ക് പോകുന്നുണ്ട്? നമുക്ക് ഈ ക്യാമറ കണ്ണിൽ കാണുന്നത് മാത്രമേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂവല്ലോ, കാരണം SIT ഔദ്യോഗികമായിട്ട് ഒരു വിശദീകരണവും നൽകുന്നില്ല. പിന്നെ അഭിഭാഷകർ എപ്പോഴും കൂടെയുണ്ടോ? ഈ SIT സംഘത്തോടൊപ്പം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അഭിഭാഷകർ ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഈ പരിശോധനയുടെ ഒരു രീതി എങ്ങനെയാണ്? മനുഷ്യ വളരെ പ്രയാസകരം എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ തുടക്കത്തിലുണ്ടായ അത്ര പ്രയാസകരമല്ല, കാരണം തുടക്കത്തിൽ വലിയ പ്രയാസം. അത് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹമാണ് ഈ ധർമ്മസ്ഥലയിലേക്ക് ഇത്തരമൊരു സംഭവം ഉണ്ട്, ഇതൊരു വാർത്തയാക്കണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നതും. പിന്നീട് ജയന്ത് എന്ന് പറയുന്ന അദ്ദേഹത്തെ പറയാതിരിക്കാൻ വയ്യ, കാരണം അത്രത്തോളം കേസുകളും. ഒരുപക്ഷെ ഇപ്പോഴും ധർമ്മസ്ഥലയിലെ ഈ പ്രധാന ഭാഗങ്ങളിൽ ജയന്ത് ഇപ്പോഴും യാത്ര ചെയ്യുന്നില്ല, കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ധൈര്യം ആ ഭാഗത്ത് വരണമെങ്കിൽ ഇനിയും സമയമെടുക്കും, കാരണം അത്രത്തോളം ഭീഷണിയുണ്ട്. ഒരുപാട് കേസുകളുള്ള ഒരു മനുഷ്യനാണ് ജയന്ത്. വലിയ തോതിൽ അദ്ദേഹത്തിന്റെ സഹോദരിയെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സാഹചര്യം ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഒരു ഭയം ഇപ്പോഴും ജയന്തിനുണ്ടാവും. അദ്ദേഹം ജീവൻ പണയം വെച്ചാണ് ഇവിടെ ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ മനാഫിനെ സംബന്ധിച്ചോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, അത് ശിരൂരിൽ നമ്മൾ കണ്ടതാണ്. ആ ബന്ധമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മളെ വിളിച്ചു, നമ്മളത് ഗൗരവത്തിലെടുത്തു, നമ്മൾ ഈ ഒരു സാധനം റിപ്പോർട്ട് ചെയ്തു. ഈ മഞ്ജുഷ് ചോദിച്ചതുപോലെ ഇപ്പോൾ നമുക്ക് സോഴ്സ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഉണ്ടായത് ക്യാമറ കണ്ണുകളാണ്. അതിനപ്പുറം ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക് ചെയ്ത അതീവ ഗൗരവമായ ഒരു വസ്തുത, ഇതിൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ അത് ഔദ്യോഗികമായി നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വാർത്തകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ SITയുടെ ഭാഗത്തു നിന്നും ഒരു രഹസ്യങ്ങളും, അതായത് ഇവിടുന്ന് കണ്ടെത്തുന്ന ഒരു വിവരങ്ങളും മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഷെയർ ചെയ്യരുതെന്ന കൃത്യമായ നിർദ്ദേശം ഇന്നലെ DGP ഇവിടെ എത്തിയപ്പോൾ അവരുടെ ഒരു യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഏതെങ്കിലും തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ കേസിന്റെ ഗതിയെ മാറും, അന്വേഷണത്തെ അത് തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് ഇതിനെ കൃത്യമായ ആളുകളിലേക്ക് എത്തുക എന്നൊരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അത്തരത്തിൽ എല്ലാ വിവരങ്ങളും അപ്പോൾ ചാനലിൽ വരികയും അത് വലിയ ബ്രേക്കിംഗ് വാർത്തയാവുകയും. ഇവിടെ ഇപ്പോൾ 100-ലധികം ക്യാമറകളാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിലുള്ളത്. ഒരു പക്ഷേ ഇത്രയോളം വലിയ ക്യാമറ റിപ്പോർട്ടർമാരും ഒരു ക്യാമറയും സംവിധാനങ്ങളും ഉള്ള സമീപകാലത്തൊന്നും ഒരു പരിപാടി പോലും അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു അപകടങ്ങൾ നടന്നാൽ പോലും നമുക്ക് കാണാത്തതാണ് നമ്മളിപ്പോൾ ധർമ്മസ്ഥലയിൽ കാണുന്നത്. ദേശീയ ചാനലുകളുടെ എല്ലാ ചാനലുകളുടെ പ്രതിനിധികളുണ്ട്, കേരളത്തിലെ മുഴുവൻ ചാനലുകളുണ്ട്, കർണാടകത്തിലെ ചാനലുകൾ, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ചാനലുകളും പിന്നെ യൂട്യൂബ് ചാനലുകളുടെ ഒരുപാട് അത്തരത്തിലുള്ള ആളുകളും വലിയൊരു കൂട്ടം തന്നെയുണ്ട്. ഒരുപക്ഷെ നാളെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ദൃശ്യങ്ങൾ കാണാം. അത് വളരെ കൗതുകരായിരിക്കും. അത്രത്തോളം ആളുകൾ. ശരി, സുഭാഷ് ബാബു, ഇനി ഇത് മറച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടില്ലേ? ഇനി എന്തെങ്കിലും രീതിയിൽ അന്വേഷണം തടസ്സപ്പെട്ടാൽ അത് കർണാടക സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാകും. SIT രൂപീകരിക്കാൻ വൈകിയിരുന്നു. SIT വേണമെങ്കിൽ രൂപീകരിക്കാമെന്ന ഒരു വേള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പറയേണ്ടി വന്നു. പിന്നെ പൊടുന്നനെ അദ്ദേഹം SIT രൂപീകരണത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. പക്ഷേ ഇത്രയും ശ്രദ്ധ കിട്ടിയതോടുകൂടി ഇനി ഇത് മറച്ചു പിടിച്ചാൽ അത് നെഗറ്റീവായിട്ട് മാറും. പക്ഷേ അതിനെയും അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ഗ്യാങ് ഇതിന് പിന്നിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അവരുടെ പ്രവർത്തനവും സമാന്തരമായി നടക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ SIT ഒക്കെ വന്നതുകൊണ്ട് അവർ പരസ്യമായിട്ട് രംഗത്ത് വന്ന് അങ്ങനെ ഒരു സംഘർഷത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്നല്ലേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അണിയറയിൽ ആ നീക്കങ്ങൾ ഇപ്പോഴും ഉണ്ടാവുമല്ലോ. അല്ല, ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ എത്ര രഹസ്യാത്മകത ഉണ്ട് എന്ന് പറഞ്ഞാല് അതിനകത്തില് സ്വതന്ത്രമായിട്ടുള്ള സാക്ഷികൾ, പോലീസ് ഫോഴ്സിന്റെ ബാക്കിയുള്ള ഈ ഫോറൻസിക് ആയാലും സയന്റിഫിക് ആയാലും ഫോറസ്റ്റ് ആയാലും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വിഭാഗം ഈ അന്വേഷണത്തിന് സഹായികളായിട്ടുണ്ടെങ്കിൽ അതിനെ ഉപരി
പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സാക്ഷികൾ നിർബന്ധമായിട്ട് ഈ ഓരോ കാര്യത്തിലും ഉണ്ടാവും. ഇത് ഓരോ സ്പോട്ടിൽ നിന്നും ഇതേമാതിരി ഏതെങ്കിലും രീതിയിൽ എല്ലുകളോ കഷ്ണങ്ങളോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ഇൻക്വസ്റ്റ് തയ്യാറാക്കി ആ ഇൻക്വസ്റ്റിന്റെ ഭാഗമായിട്ട് ഇൻഡിപെൻഡന്റ് സാക്ഷികൾ, അതായത് പുറമേ നിന്നുള്ള ഈ ഔദ്യോഗിക ബന്ധത്തിന് പുറത്തുനിന്നുള്ള ആരെങ്കിലും സാക്ഷികൾ അതിനകത്തിൽ നിർബന്ധമായിട്ട് ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഏതാനും ആണെങ്കിലും അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളികളുടെ കൂടെയുള്ള അല്ലെ അവരുടെ പ്രൊട്ടക്ഷൻ ബാഹ്യമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഈ അഡ്വക്കേറ്റുമാരായാലും അല്ലെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള കുറെ ഭാഗങ്ങൾ അവരൊന്നും ഈ അന്വേഷണത്തിന്റെ സ്ഥലത്തൊന്നും കൊണ്ട് ഓരോരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ദൂരെ നിന്ന് കാണുന്നതിനും അത് വീക്ഷിക്കുന്നതിനും അതെന്താന്ന് മനസ്സിലാക്കുന്നതിനുള്ള അവസരം കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷെ അവരൊന്നും ആ സ്പോട്ടിൽ പോയിട്ട് ഇതിന്റെ ഇടയിൽ ഇടപഴകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ശരി, അവരെ കൂടെ വിശ്വാസത്തിലെടുപ്പിക്കേണ്ട രീതിയിലുള്ള പ്രവർത്തനം എന്തായാലും എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സുതാര്യതയോടുകൂടി നടക്കുന്ന അല്ലെങ്കിൽ സ്വാധീനത്തിനുപരി സത്യസന്ധമായിട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന് ആ എസ് ഐ ടി കൂടെ ബാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെയെങ്കിലും വിശ്വാസത്തിലെടുത്ത് ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. എന്തായാലും ശരി, ഇതിന്റെ എല്ലാ രംഗങ്ങളും ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ രേഖാപരമായിട്ട് മഹസർ രേഖപ്പെടുത്തുന്നുണ്ടാവും. ആ മഹസറുകളും എല്ലാം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട കോടതികളിൽ എന്തായാലും എത്തും. അപ്പോ ആ അന്വേഷണത്തിലൊന്നും നമ്മളിനി സംശയം പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ബാക്കി ആളെ തെരഞ്ഞെടുത്തതിന്, അതായത് ഏതെങ്കിലും വ്യക്തികളുടെ അവശിഷ്ടമാണ് എന്ന് അത് കണ്ടുപിടിച്ച് അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് തെളിവെടുപ്പിന്റെ ഗൗരവം വരുള്ളൂ. ആ ഗൗരവം വരുന്ന അവസരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കാനും അത് മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷെ ഇപ്പോ എങ്ങനെ, എവിടെ, ആരെ സ്വാധീനിക്കണം, എന്തിനു സ്വാധീനിക്കണം എന്ന ചോദ്യത്തിന് അവർക്ക് പോലും ഉത്തരവുണ്ടാവില്ല. പൊതുവില് അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമിക്കാം. പക്ഷെ എന്നാലും തങ്ങൾ ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളെയാണ് അവിടെ നിന്ന്, അല്ലെ വ്യക്തിയുടെ ശവശരീരമാണ് അവിടെ നിന്ന് തിരിച്ചറിയുന്നത് കാണുമ്പോൾ മാത്രമേ അവരെ സംബന്ധിച്ചുള്ള ഭയാശങ്കകളും സ്വാധീനത്തിന്റെ പുതിയ മേച്ചൽ സ്ഥലങ്ങളൊക്കെ അവരല്ലെങ്കിൽ പുതിയ വഴികളൊക്കെ അവരെ തേടേണ്ടി വരുള്ളൂ. തൽക്കാലം എന്തായാലും ശരി, സ്വാധീനിക്കുന്നുണ്ടാവും. അത് ബാഹ്യമായിട്ട് ഏതെങ്കിലും ഔദ്യോഗികമായ രീതി ചെയ്യുന്നതല്ലാണ്ട്. ശരി, പിന്നെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നിയമ പോരാട്ടങ്ങളിലൂടെ അല്ല നിയമ നടപടികളിലൂടെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ജയന്ത്, ഇപ്പോൾ മുൻപെങ്ങും ഇല്ലാത്ത ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഒരു ആത്മവിശ്വാസവും തോന്നുന്നുണ്ടല്ലേ? നേരത്തെ പുറത്തിറങ്ങി നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ ഇപ്പോൾ? ഈ പ്രത്യേക അന്വേഷണ സംഘം വന്നതിൽ പിന്നെ കുറച്ചുകൂടി ധൈര്യം കിട്ടിയിട്ടുണ്ടോ ഈ പോരാട്ടങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ? കേൾക്കുന്നില്ല ജയന്ത്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനകത്ത് ഒരു ഗ്രാമം, ധർമ്മസ്ഥല ഗ്രാമാതി സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് തുടങ്ങിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമുക്ക് പറയാം. അത്രമാത്രം പ്രയാസപ്പെട്ടു അല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഇന്ത്യയിലെ ഒരു നിയമവും നമ്മൾ ഈ ധർമ്മസ്ഥല ഗ്രാമത്തിന് ഇല്ല. അതുകൊണ്ടല്ലേ ഇത്ര കൊലകളായിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ആദ്യമേ നിർത്തിക്കൂടായിരുന്നു. ഇവർക്ക് ഒരു നിയമവും ഇല്ല. ഇപ്പൊ എല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാം മേധാവി വലിയ മനുഷ്യൻ എന്താ പറയുന്നത് അത് തന്നെയാ നടക്കുന്നത്. അത് ഒരു ഗവൺമെന്റ് ഓഫീസിലാണെന്നല്ലോ ആവും, ഇനി പുറത്താണെന്നല്ലോ ആവും. പുള്ളി പറഞ്ഞത് നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോ മാറിക്കൊണ്ടുണ്ട്. ഇന്നിപ്പോ ആൾക്കാർക്ക് ശരിക്കും മനസ്സിലായി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇല്ല, ഞങ്ങള് സൗജന്യ പോരാട്ടം എന്താ ചെയ്തോണ്ടിരുന്നത്. ഇന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോക്കാൻ പറ്റുന്നത് ഇന്നലെ വരെയും ഈ യൂട്യൂബിനാവട്ടെ അല്ല ഫേസ്ബുക്കാവട്ടെ യൂട്യൂബിൽ എല്ലാത്തിലും ഞങ്ങൾ എന്താ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്പലത്തിന് വേണ്ടിയിട്ട് എന്തോ അമ്പലത്തിന് ഓപ്പോസിറ്റ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. ഞാൻ ഇന്നും പറയും, മീഡിയ മുഖാന്തരമായി ഇത് നേരെ പറയുന്നുണ്ട്. അമ്പലം നമ്മുടെ അമ്പലം, അത് അന്യര് ഇനി ഒരുത്തന്നെ അമ്പലത്തിന്റെ പേരിൽ ബിസിനസ് ചെയ്തുകൊണ്ടായിരുന്നത്. അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ 1971 സുപ്രീം കോടതിയിലോട്ട് ഇവരൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടുത്തേക്കുന്നത്. അവിടെ അമ്പലം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഇവർ അമ്പലത്തിന് വിശ്വസിക്കുന്നവരല്ല. അതിന്റെ എല്ലാം തിരിച്ചടി ഇന്ന് അവർ കൊടുത്തോണ്ടുണ്ട്. ഇന്ന് നമുക്കെന്ന് പറഞ്ഞാൽ ഇനി മുമ്പിൽ ദിവസം എന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധീകരണമായിട്ട് അമ്പലമായിട്ടിരിക്കണം. അമ്പലം ബിസിനസ് കേന്ദ്രം ആവാൻ പാടില്ല. അമ്പലം ആൾക്കാരെ നല്ല കാര്യത്തിന് വേണ്ടി ഇരിക്കണം. ഇതാ നമ്മുടെ ഉദ്ദേശം. അത് വിട്ടുള്ള അമ്പലത്തിനെ നമ്മള് അതിനെന്താ പറഞ്ഞോ ഇതിനെ എന്താ പറയുന്നത്, ഇതൊന്നും ഇല്ല. അമ്പലത്തിൽ നമ്മൾ ഒന്നും പറഞ്ഞില്ല. എന്നാലും അവിടെ ഉള്ളവര്
ഈ അമ്പലം നടത്തുന്നവർ പറഞ്ഞെന്താ അതിന്റെ ഒരു ടീമേ ഉണ്ട്. ഇല്ല, ഇവര് അമ്പലത്തിന് വിരോധിയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ന് ഉച്ച സമയത്ത്, അതായിരുന്നു അതിനിർണായകമായ ഒരു പരിശോധനയായിരുന്നു ഉച്ച സമയത്ത് നടന്നത്. ആ സമയത്താണ് 6-ാം നമ്പർ സ്പോട്ടിൽ നിന്ന് ദൃക്സാക്ഷി കാണിച്ചു കൊടുത്ത ശുചീകരണ തൊഴിലാളി താനാണ് കുഴിച്ചിട്ടത് ഈ മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത ഒരു സ്പോട്ടിൽ നിന്ന്, അത് 6-ാം നമ്പറായിട്ട് മാർക്ക് ചെയ്തിരുന്നു, അവിടെ നിന്ന് കണ്ടെടുത്ത മൃതദേഹ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളായിരുന്നു. ന്യൂസ് 8ന്റെ ക്യാമറ കണ്ണുകൾ അത് ഒപ്പിയെടുക്കുകയായിരുന്നു ഉച്ച സമയത്ത്. അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അവര് നെറ്റിട്ട് ഫുള്ള് കവർ ചെയ്ത് പിന്നെ ഒരു എന്താ ഒരു ഇതിനകത്ത് ഒരു കാര്യങ്ങളും വേറെ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് ടോട്ടലായി കവർ ചെയ്തവരിപ്പം. പിന്നെ താങ്കൾ ഉണ്ടായിരുന്നു ആ സമയത്തല്ലേ അവിടെ? ഇല്ല, ഞാനില്ല. ഞാൻ അവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഒത്തിരി ദൂരമൊന്നും ഇല്ല. അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഇന്നൊരു പരാതി കൊടുക്കാനുണ്ടായിരുന്നു. അന്നേരം പരാതികൾ ഇപ്പം വന്നോണ്ട് SITക്ക് ഇപ്പം പരാതി കൊടുക്കാനായിട്ട് അത് പരാതി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ നാളെ ഒരു പരാതി ഇപ്പൊ SIT കൊടുക്കും. ഇനി എവിടെയൊക്കെയാ കുഴിച്ചിട്ട് വേറെ ആൾക്കാരൊക്കെ മുമ്പിലോട്ട് വന്നോണ്ട് ഇപ്പൊ ഒരു 3-4 പേര് വന്നിട്ടുണ്ട്. കുറെ സ്ഥലത്ത് ഇതേപോലെ ഒരു ഗ്രാമത്തിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ എന്താ കുഴിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ കുഴിയെടുക്കുക, അങ്ങനെ മൂടിയിടുക, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു പട്ടി കൊടുക്കുന്ന വില പോലെ ഈ മനുഷ്യദേഹത്തിന് കൊടുക്കുന്നില്ല. അതല്ല ഇനി കുറച്ച് ദിവസം കൂടെ പുറത്തു വരും. അതാ ഞാൻ വെളുപ്പിനെ മീഡിയൊക്കെ നമ്മുടെ വൈകേട്ടനോട് പറഞ്ഞത് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇല്ല, ഒന്നും കിട്ടിയില്ല, ഞങ്ങളിനി എങ്ങനെ കേരളത്തിൽ വന്ന് ഞങ്ങൾ വല്ല വിദേശത്ത് പോയിട്ട് താമസിക്കാന്ന്. ഞാൻ പറഞ്ഞേ ഒരിക്കലും എല്ലാ മീഡിയക്കാർക്കും ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വെറുങ്കൈ പോയല്ല, നല്ല സന്തോഷമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞ് 2 മണിക്കൂർ ആയപ്പോഴും അതിനുള്ള ഒരു കിട്ടാനുള്ള സാക്ഷി കിട്ടി. നിങ്ങൾ പരാതി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഈ SIT കൊടുക്കുന്ന പരാതികൾ അത് ഈ കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ അതല്ലേ ഉദ്ദേശിക്കുന്നത്? അത് ഓരോരോ കുടുംബങ്ങളും ഇപ്പോൾ കൊടുക്കുന്നു എന്നുള്ളതാണോ? അതോ ഈ ആക്ഷൻ കൗൺസിൽ നിങ്ങൾ ഇന്ന ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന് ഇവരെ അറിയിക്കുകയാണോ? പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ ശുചീകരണ തൊഴിലാളി ഏതെല്ലാം ആളുകളെയാണ് കുഴിച്ചിട്ടതെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഒരു പിടി മൃതദേഹങ്ങൾ അദ്ദേഹം കുഴിച്ചിട്ടു എന്നുള്ളതാണല്ലോ. അവിടെയൊക്കെ ആരെയാണ്, ആരുടെ മൃതദേഹാവശിഷ്ടമാണ് കണ്ടെടുക്കുന്നത്? അതൊക്കെ എങ്ങനെ കണ്ടെത്തും? ഇല്ല, ഇപ്പം പരാതി കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഈ ഗ്രാമത്തൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ചില സ്ഥലത്തൊക്കെ കുഴിച്ചിട്ടേക്കുന്നത്. അത് SIT കാണിച്ചു കൊടുക്കണമല്ലോ. അല്ലാതെ മനസ്സിലായില്ല. അതായത് ഈ ദൃക്സാക്ഷി അല്ലാതെ മറ്റാളുകൾ കണ്ടിട്ടുണ്ടെന്നാണോ? യെസ്, ഈ പുള്ളി അല്ലാതെ വേറെ ആൾക്കാര് ഈ കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. അവരിപ്പോ മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. അവരത് പറഞ്ഞോണ്ട് ഇങ്ങനെ സ്ഥലത്തുണ്ടെന്ന്. അങ്ങനെ ആ ബോഡി എടുക്കണമല്ലോ, അതിനുവേണ്ടി ആൾക്കാർ മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം ഒരു സൈഡിൽ കൂടെ നടന്നുണ്ട്. സുഭാഷ് ബാബു, അതിനും ഇനി മറ്റൊരു നിയമ തടസ്സം ഇല്ലേ? അതിനും ഇനി കോടതിയുടെ അനുമതി വേണോ? അങ്ങനെയുള്ള നിയമ തടസ്സം ഇല്ലേ അതിനകത്ത്? ഇല്ല, പോലീസിന് ഉത്തമ ബോധ്യമുള്ളതിനും കോടതിയുടെ അനുവാദമൊന്നും ആവശ്യമില്ല. അത് പോലീസിന് ഏതെങ്കിലും സ്പോട്ടിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡെഡ് ബോഡി ഉണ്ട് എന്ന് ആധികാരികമായിട്ട് ആരെങ്കിലും പറഞ്ഞത് അവർക്ക് ഉത്തമ ബോധ്യം വരികയാണ്. അതായത് അവരുടെ പോലീസിന് അത് സംഭവം ശരിയാണ്, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം കുഴിച്ച് ശവശരീരം പരിശോധിച്ച് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് അധികാരമുണ്ട്. പക്ഷെ അവിടെ ഈ കുഴിച്ചിട്ടു എന്ന് പറയുന്ന വ്യക്തികളുടെ ഐഡന്റിഫിക്കേഷനാണ് പ്രധാനം. അവര് ഈ സ്ഥലം സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം. ആ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തിടത്ത് ഇന്ന പോലെ ശവം, മനുഷ്യ ശരീരത്തിൽ ശവം ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവര് ക്ലിപ്തമായിട്ട് അത് അവിടെ സ്പോട്ട് ചെയ്ത് ഫിക്സ് ചെയ്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. അതിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അത് ചെയ്യണം. ഫോറൻസിക് വിദഗ്ധരും അതേമാതിരി ആ സ്ഥലമുടമയുണ്ടെങ്കിൽ അവരും അങ്ങനെയുള്ള ആളുകളൊക്കെ വേണം. പിന്നെ ഇവരെ സഹായിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്ന ഏതൊക്കെ വിഭാഗക്കാരുണ്ടോ അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അതിനല്ലാണ്ട് കോടതിയിലൊന്നും പോകേണ്ട പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും. ശരി, ബൈജു, ജയന്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, മറ്റു ചിലരും ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട് SITക്ക് വിവരം കൊടുക്കാൻ. അതായത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട മുഖം മൂടി ധരിച്ച ആ ദൃക്സാക്ഷി ശുചീകരണ തൊഴിലാളി മാത്രമല്ല മറ്റാളുകളും വന്നിട്ടുണ്ട് എന്നാണല്ലോ. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ടോ ബൈജു? അത്തരത്തിൽ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് നാളെ SITക്ക് മുന്നിൽ പരാതി നൽകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് കൂടാതെ മംഗളൂരുവിൽ ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ രഹസ്യമായി അത് ഏതെങ്കിലും തരത്തിൽ പരസ്യപ്പെടുത്തില്ല, അവിടെയും പരാതി കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന പരാതി ഒരുപക്ഷെ ഇത് രണ്ടും രണ്ടാണ്. മംഗളൂരുവിലുള്ളത്
DNA ഉൾപ്പെടെയുള്ള പരിശോധന എടുത്തതിന് ശേഷം ഇവിടുന്ന് കിട്ടുന്ന മൃതദേഹമായി മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുന്ന തരത്തിലുള്ള അന്വേഷണമാണ്. പക്ഷേ ഗുരുതരമായ പരാതി നാളെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബലത്തങ്ങാടിയിലുള്ള SIT ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാതി വരുന്നുണ്ട്. അത് മറ്റ് ചില കേസുകളാണ്. അത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമ്മളും ആ വാർത്തക്ക് പിന്നാലെ ഉണ്ട്. നാളെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും. മഞ്ജുഷ്, മനാഫ്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ പരാതികൾ വരുമ്പോൾ താങ്കളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നും കൂടുതൽ പരാതികൾ അവിടെ എത്തേണ്ടതല്ലേ? അത് തടസ്സമാകുന്നുണ്ടോ? അങ്ങനെ പക്ഷെ പരാതികളായിട്ട് പോകുന്നില്ലല്ലോ. അവർ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്, ഞങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അവരത് പരാതിയായിട്ട് പിന്നെ ഉന്നയിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? അതല്ലെങ്കിൽ അതിനൊരു കോർഡിനേഷൻ വേണ്ടി വരും. നിങ്ങളെപ്പോലുള്ളവർ ചേർന്ന് അവരെ കൊണ്ട് അത് പരാതി കൊടുപ്പിക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഈ മാധ്യമങ്ങളും മറ്റുള്ള എല്ലാ ഒരു സംവിധാനങ്ങളും ഭയത്തോട് കൂടിയിട്ടാണ് ഈ വിഷയത്തിനെ സമീപിക്കുന്നത്. ഭയത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ എന്താ പറഞ്ഞ വല്ലതും ചെയ്യേണ്ട സമയം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ജയന്തണ്ണനൊന്നും ജീവനോടെ ഉണ്ടാവില്ല. അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സമയം കഴിഞ്ഞ് ഇനി എല്ലാവരും ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് വരേണ്ട സമയമാണ്. ഈ സമയത്ത് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ വിഷയം താനെ കെട്ടടങ്ങിപ്പോവും. അതുകൊണ്ട് എന്താ പറഞ്ഞ പല ആളുകളും ഇപ്പം ന്യൂസ് 18നും അറിയാം ഈ വിഷയത്തില് പല ആളുകളും ഇതില് ബാധിക്കപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചില ആളുകള് അപമാനം കാരണം, ചില ആളുകൾ ഭയം കാരണം മുന്നോട്ടേക്ക് വരുന്നില്ല. അവരിതിന് മുന്നോട്ട് വന്നിട്ട് അവരുടെ നഷ്ടപ്പെട്ട ആളുകളുടെ അന്തിമ സംസ്കാരത്തിനെങ്കിലും എന്താ പറയാ മൃതശരീരത്തിന്റെ എന്തെങ്കിലും കിട്ടുന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് മറ്റൊരു വിഷയം വരാനില്ല. വരാവുന്നതിന്റെ പരമാവധി എല്ലാവർക്കും വന്നു കഴിഞ്ഞു. ഇനിയുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് സംഹാര താണ്ഡവമാണ് ആടേണ്ടത്. ഈ സമയത്ത് നമ്മൾ എല്ലാവരും ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് വരിക. ഇതിന് കേരളം ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിലുണ്ട്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഹെൽപ്പ് ലൈന് മംഗലാപുരത്ത് തുടങ്ങിയിട്ടുണ്ട് SITന്റെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഒന്നും വേണ്ട, കേരളത്തിലുള്ള തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൊടുക്കാവുന്ന പരാതിയാണ്. ഇനി മുന്നേ കൊടുത്ത പരാതിയാണെങ്കിലും രണ്ടാമത് ഒന്നും കൂടി ഈ ഒരു പരാതി മംഗലാപുരം SITന്റെ കയ്യിൽ എത്തിക്കുള്ളൂ. കേരളത്തിലെ ഏത് തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാവരും പരാതി കൊടുക്കുക, ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇനി എവിടെ നഷ്ടപ്പെട്ടാലും അത് ഒരു ചാൻസ് ഇവിടെ കൂടി നിങ്ങൾ ചെയ്യണം എന്നാണ് ഈ മലയാളികളോട് പറയാനുള്ളത്. ഭയപ്പെട്ടിട്ട് നമ്മൾ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇത്തരത്തിൽ ക്രൂരമായ കൊല ചെയ്യുന്ന ആളുകൾ ഭീരുക്കളായിരിക്കും. അതുപോലെ തന്നെ ശരി, ദൃശ്യങ്ങളിൽ കാണുന്നത് ആ സാക്ഷിയുടെ മുഖം ഒരു തരത്തിലും വെളിയിൽ വരാത്ത രീതിയിൽ അത്രമാത്രം ശ്രദ്ധയോടുകൂടി തന്നെയാണ്. അതേ സമയത്ത് തന്നെ ബൈജു അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയുവാനുള്ള അവസരവും അവിടെ ഉണ്ടല്ലോ. ഒരു ഭയങ്കര ഒരു ധൈര്യം അദ്ദേഹത്തിന് നൽകിയ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിലെല്ലാം വളരെ ആത്മവിശ്വാസത്തോടു കൂടി, കോൺഫിഡൻസോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടലൊക്കെ അല്ലേ ഈ പോലീസുമായിട്ട് ഒക്കെ. ഹലോ, കുറച്ച് മണിക്കൂർ ഞാനും സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ മഞ്ജുഷ, ഞാൻ ഇയാളുമായി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് സംസാരിക്കുന്നതൊക്കെ വളരെ കൃത്യതയാണ്. നമുക്ക് അത് ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ വർഷമായല്ലോ മാധ്യമപ്രവർത്തനം നടത്തുന്നത്. നമുക്ക് ഏതാണ് യഥാർത്ഥ വാർത്ത, അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഉടായ്പുണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ കൃത്യമായ അദ്ദേഹത്തിന്റെ മാനസാന്തരം, സത്യം പറഞ്ഞാൽ പലപ്പോഴും അദ്ദേഹം ഉറങ്ങാറില്ല എന്നാണ് പറഞ്ഞത്. അത് SIT പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. അവർ ഒരുപാട് കേസുകൾ അന്വേഷിച്ചു. അവർക്ക് മുന്നിലും 15 മണിക്കൂറോളം മൊഴി നൽകിയപ്പോൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഈ മഞ്ജു സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ മുഖമൊക്കെ അത് മറച്ചു കൊടുക്കുന്നതൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ അങ്ങനെയുള്ള ഒരു ബോണ്ടിങ്ങിലാണ് അവർ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിലെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇയാളുടെ ഒരു മാനസികാവസ്ഥയും ഒപ്പം
പൊതുസമൂഹത്തിനിടയിൽ ഉയർന്നിരിക്കുന്ന ആ മൊത്തത്തിലുള്ള ഒരു കാര്യം അത് SIT കൃത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. ഇതിലൊരു കൃത്യമായ അന്തിമ ഒരു ചിത്രം വരുന്നവരെ SIT കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷെ ചില തടസ്സങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ DGPക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ഒരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ പോകാം. അങ്ങനെയാണെങ്കിൽ SIT തലവൻ ഒരു പക്ഷേ മാറിയേക്കും. പക്ഷെ അതിൽ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരു പക്ഷേ ഈ അന്വേഷണം കഴിയുന്നതുവരെ അദ്ദേഹം ഇതിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടേഷനിലേക്ക് കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് യോഗ്യത ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പോകണോ വേണ്ടത് അദ്ദേഹത്തിന് വിവേചനാധികാരമാണ്. അതിലൊരു തീരുമാനം വന്നിട്ടില്ല. എന്തായാലും നിലവിലെ അന്വേഷണം, ഈ DGPയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം അത് വളരെ കൃത്യമായ പാതയിലൂടെ പോകുന്നു എന്ന് വേണം പറയാൻ. നാളെ വലിയ തോതിലുള്ള നിർണായകമായ കണ്ടെത്തൽ ഉണ്ടാകും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ജു, പിന്നെ നേരത്തെ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അനന്യ ഭട്ടിന്റെ കാര്യം. ധൈര്യമായിട്ട് കുടുംബം ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ. ആ നിയമ പോരാട്ടം എവിടെ വരെയായി? അതൊക്കെ ഈ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ആ കേസ് ഇതുമായി കൃത്യമായി ഇപ്പൊ പരാതിയുള്ള DNA പരിശോധനയുള്ള ഒരു കേസ് അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെയാണ്. അവരുടെ DNA പരിശോധന ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അവർ നേരിട്ട് കമ്മീഷണർക്ക് പരാതി നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ കേസാണ് ഏറ്റവും നിർണായകമാകുക. ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഒരു രൂപസാദൃശ്യം വെച്ച് 8 എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. അതിൽ നിർണായകമാവുക ഈ സുജാത ഭട്ടിന്റെ മകൾ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കും എന്ന ഒരു സൂചനയാണ്. കാരണം ഇയാളുടെ ഓർമ്മശക്തി ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു കണ്ടെത്തലോടുകൂടി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഇവർക്ക് അമ്മയോട് സംസാരിച്ചു. അമ്മയോട് പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് ആ രൂപസാദൃശ്യമുള്ള ഒരാളുടെ മൃതദേഹം അടക്കം ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നാളെ നിർണായകമായ ആ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായേക്കാം. അമ്മ 23 വർഷത്തിന് ശേഷം പരാതി സ്വീകരിക്കുന്നു. അമ്മ ഇവിടെ തന്നെ ഉണ്ട്, ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ട്. മകളുടെ നേരത്തെയൊക്കെ പറഞ്ഞതാണ് ഒരു അസ്ഥിയെങ്കിലും തരൂ, ചടങ്ങ് നടത്താനെന്ന അവർ പറഞ്ഞിരുന്നു. അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. മകളുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗങ്ങളിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഒരു പക്ഷേ നാളെ നിർണായകമായ പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ DNA പരിശോധന നടത്താൻ പറ്റുന്ന രീതിയിൽ അത് വിരലിലെണ്ണാവുന്ന കേസുകൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ ബൈജു. ഇപ്പോൾ 100-ലേറെ മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ മൃതദേഹങ്ങൾ കിട്ടിയാലും DNA പരിശോധന നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെളിയിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് ഉതകുന്ന രീതിയിൽ ഇത്തരത്തിൽ കുറച്ച് കേസുകൾ മാത്രമല്ലേ ഉള്ളൂ. അതിലൊന്ന് അനന്യ ഭട്ടിൻ്റെതാണ്. മഞ്ജുഷ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഇപ്പോൾ SIT ഇത് മുന്നിൽ കണ്ടാണ് മംഗളൂരുവിൽ ഇത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. ബെൽത്തങ്ങാടിയിലും ഹെൽപ്പ് ലൈൻ സെന്റർ ഉണ്ട്. ഒരുപാട് പരാതികൾ നാളെ ഈ 2 കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും ഇത്തരത്തിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അവിശ്വസനീയമായ ഒരു വെളിപ്പെടുത്തലാണല്ലോ. ഇപ്പോഴാണ് കൂടുതൽ ഇതിലൊരു വിശ്വാസ്യത ഇന്ന് വന്ന് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ കാണാതായ കേസുകൾ, മകളെ കാണാതായ കേസുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൃഹനാഥന്മാരെ കാണാതായ കേസുകൾ, അത്തരം കേസുകളൊക്കെ പരാതിയായി എത്തുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ SIT ഇപ്പോൾ 2 കേന്ദ്രങ്ങൾ തുടങ്ങിയത്. അവിടെ പരാതി നൽകാം, DNA പരിശോധന നടത്തും, രഹസ്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമെന്നാണ് പറയുന്നത്. അത്തരം ഇവിടുന്ന് കിട്ടുന്ന മൃതദേഹവുമായി ഇത് സാമ്യമുണ്ടോ നോക്കും. ഏതായാലും ഈ കേസിൽ അനന്യ ഭട്ട് ഒറ്റ ഒരു പരാതി മതി ഇതിൽ പ്രതികളിലേക്ക് എത്താനും അല്ലെങ്കിൽ പ്രതികളിലെ ഈ ഒരു കാര്യങ്ങളിലേക്ക് എത്താനും. ആ ഒരു പരാതിയിൽ തന്നെ പോലീസിന് നടപടി സ്വീകരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മറ്റ് കാര്യങ്ങൾ കൂടുതൽ പരാതികൾ വരുന്നത് മുറയ്ക്ക് DNA മാച്ച് ചെയ്യുന്നതിനനുസരിച്ച് കേസുകൾ വന്നേക്കാം. ഏതായാലും അനന്യ ഭട്ടിന്റെ അവരുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിന്റെ പരാതി ഉണ്ട്. ആ പരാതിയിൽ തന്നെ ഇത് മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകാം. ഇതിലെ പ്രതികളെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശരി ബൈജു, എന്തായാലും നാളെ നിർണായകമായ ദിവസമാണ്. 8ാം നമ്പരായി സ്പോട്ട് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്താണ് നാളെ പരിശോധന നടത്താൻ പോകുന്നത്. ശുചീകരണ തൊഴിലാളിയായ ദൃക്സാക്ഷി പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി ഇപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ അതേ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഒരസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തിയിരിക്കുന്നത്. നന്ദി. ഈ പ്രൈഡ് ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും കൂടുതൽ തെളിവുകൾക്കായി കാത്തിരിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ധർമ്മസ്ഥലയിൽ തലയോട്ടി കണ്ടെത്തി, രഹസ്യങ്ങൾ പുറത്തു വരുമോ? ധർമ്മസ്ഥലയിലെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് 70% പ്രേക്ഷകരും വിശ്വസിക്കുന്നു. പ്രൈഡ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.